ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ വളരെ വേഗത്തിൽ വളരുന്നതും ലോകത്തിന് വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ളതുമായ പ്രത്യേക തരത്തിലുള്ള മരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ മരങ്ങളാണ് ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത്. ലോകത്തിൻ്റെ മഹാത്ഭുതങ്ങളിൽ വളരെയധികം പങ്കുവഹിക്കുന്ന പ്രത്യേകതരം മരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ വളരുന്ന ഒരു മരമാണ് പവിഴപ്പുറ്റുകൾ. ഇന്ത്യയിലാണ് ഈ മരങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഈ മരങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഇനങ്ങൾ ഉണ്ട്. ഈ മരങ്ങൾ 60 മീറ്റർ മുതൽ 80 മീറ്റർ വരെ ഉയരത്തിൽ വളരുവാൻ സാധിക്കും. ആകർഷകമായ പൂക്കൾ കാരണം പവിഴപ്പുറ്റുകൾ ലാൻഡ്സ്കേപ്പിന് ഏറ്റവും അനുയോജ്യമാണ്. ലോകത്തെല്ലായിടത്തും ഈ മരങ്ങൾ ലാൻഡ്സ്കേപ്പിനായി ഉപയോഗിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ മരങ്ങളുടെ സൗന്ദര്യവും ഔഷധ ഗുണവും കൊണ്ട് തന്നെയാണ്. അവയിൽ അതിശയകരമായ ചുവന്ന പൂക്കൾ ഉള്ളത് കാരണം കടുവയുടെ നഖം എന്നൊരു മറ്റൊരു പേരുകൂടി ഈ പവിഴപ്പുറ്റുകൾക്കുണ്ട്. ആകർഷകമായ രൂപത്തിനു വേണ്ടി ഇന്ത്യയിൽ വളർത്തുന്ന പ്രശസ്തമായ മരങ്ങളാണ് പവിഴപ്പുറ്റുകൾ. അലങ്കാര ആകർഷണത്തിനപ്പുറം പവിഴപ്പുറ്റുകൾ അവയുടെ വീക്കം തടയുന്ന ഗുണങ്ങൾക്ക് വിലമതിക്കപ്പെടുന്നു. ഈ പവിഴപ്പുറ്റുകൾ, ഇന്ത്യയിൽ നിന്നുള്ള ഈ പവിഴപ്പുറ്റുകളാണ് ലോകമെമ്പാടുമുള്ള ലാൻഡ്സ്കേപ്പിങ്ങിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇതിന് പ്രത്യേകതരം ഔഷധ ഗുണവുമുണ്ട്. ഈ മരങ്ങൾ പൂർണ്ണ വളർച്ചയെത്താനായിട്ട് 4 വർഷം മുതൽ 5 വർഷം വരെ കാലതാമസം എടുക്കും. ഈ മരങ്ങളുടെ മനോഹരമായ ചുവന്ന കളറിലുള്ള പൂക്കളാണ് ഈ മരത്തെ ലോകത്തിൻ്റെ നെറുകയിൽ വേറിട്ട് നിർത്തുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ ലാൻഡ്സ്കേപ്പിങ്ങിന് ഏറ്റവും അനുയോജ്യമായതും ഏറ്റവും കളർഫുള്ളായതും വളരെ മനോഹരവുമായ ഒരു മരം തന്നെയാണ് ഈ പവിഴപ്പുറ്റുകൾ. ഇനി രണ്ടാമതായി പറയാനായിട്ടുള്ളത് പപ്പായ മരങ്ങളെക്കുറിച്ചാണ്. പപ്പായ മരങ്ങൾ ഇന്ത്യയിലെ പ്രശസ്തമായ വൃക്ഷങ്ങളിൽ ഒന്നാണ്. ഈ മരങ്ങളുടെ ഏറ്റവും ആകർഷകം എന്ന് പറയുന്നത് പഴങ്ങൾ തന്നെയാണ്. പപ്പായ രുചികരവും വളരെ ചീഞ്ഞതുമായ പൾപ്പുകളുള്ള ഓറഞ്ച് നിറത്തിലുള്ള പഴം നാം എല്ലാവരും ആസ്വദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന മരങ്ങളിൽ ഒന്നാണിത്. വെറും 6 മുതൽ 12 മാസത്തിനുള്ളിൽ ഫലം കായ്ക്കാൻ കഴിയും. വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന പപ്പായയിൽ മലേറിയ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു. മരങ്ങൾക്ക് വെളുത്ത നിറമുള്ള പൂക്കളാണുള്ളത്. കൂടാതെ വീട്ടുപറമ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ മരം ഏതാണ് എന്ന് ചോദിച്ചാൽ പപ്പായ മരം തന്നെയാണ്. ഈ പപ്പായ മരത്തിന് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും രുചികരമായ പപ്പായ മരം ഏതാണെന്ന് വെച്ചാൽ റെഡ് ലേഡി എന്നറിയപ്പെടുന്ന ഒരു ഇനമാണ് ഏറ്റവും രുചികരമായ പപ്പായ തരുന്ന പപ്പായ മരം. രുചി മാത്രമല്ല, ഒത്തിരിയേറെ ഔഷധ ഗുണവും ഈ പപ്പായ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു.
ഇനി അടുത്തായിട്ടുള്ള ഒരു ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു മരമാണ് ആൽമരം. അതിൻ്റെ ശാഖകൾക്കിടയിൽ പ്രകൃതിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ഒരു കിടപ്പമുറിയായി സങ്കല്പിച്ചൊന്ന് നോക്കുക. ചില മരങ്ങൾ മനുഷ്യനെ അഭയം നൽകുന്നു. നിങ്ങൾ ഊഹിക്കുന്നത് ശരിയാണോ? അതെ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽമരം. ഈ ആൽമരങ്ങൾ ഇവിടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. 100 അടിയിൽ ഉയരത്തിലെത്താനും 500 വർഷം ജീവിക്കാനും കഴിയുന്ന ഇന്ത്യയിൽ അതിവേഗത്തിൽ വളരുന്ന ഒരു മരമാണ് ആൽമരങ്ങൾ. ഇന്ത്യയിൽ വേഗത്തിൽ വളരുന്ന തണൽ മരങ്ങളിൽ ഒന്നാണ് ആൽമരം. ആൽമരങ്ങൾ പേപ്പർ, ഫർണിച്ചർ നിർമ്മാണത്തിൽ ഇവ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും അതേപോലെ വയറിളക്കം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ഈ ആൽമരങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷികൾക്കും വവ്വാലുകൾക്കും ഒരു വീടായി ഈ ആൽമരങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഗംഭീരമായ മരങ്ങളെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. അവയുടെ ആശ്വാസകരമായ തണലിൽ ശാന്തമായ വിശ്രമം ആസ്വദിക്കാം. മനുഷ്യർക്ക് ഈ മനോഹരമായ മരത്തിന് കീഴിൽ വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ കഴിയും. ഇനി അടുത്തൊരു മരമാണ് വേപ്പ് മരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഇന്ത്യയിലെ പ്രശസ്തമായ വൃക്ഷങ്ങളാണ് വേപ്പ് മരങ്ങൾ. പുകയിലയ്ക്ക് പകരമായി വേപ്പ് പ്രവർത്തിക്കുന്നു എന്നത് അജ്ഞാതമായ ഒരു വസ്തുതയാണ്. വേപ്പിൻ്റെ ഇലകൾ മലേറിയയും ദന്ത പ്രശ്നങ്ങൾക്കും ഭേദമാക്കാൻ വളരെയധികം ഉപയോഗിക്കുന്നു. ഇന്ന് കൃഷിയിൽ കീട നിയന്ത്രണം നിർണായകമാണ്. ഇത് കീടങ്ങളെയും പ്രാണികളെയും കൊല്ലാൻ സഹായിക്കുന്നു. കീടനാശിനികളിലും വേപ്പ് ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ വേഗത്തിൽ വളരുന്ന തണൽ മരങ്ങളിൽ ഒന്നാണ് വേപ്പ് മരങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ വീടുകളിലും ഇത് ഉപയോഗിക്കുന്നു. വേപ്പ് മരങ്ങൾ പൂർണ്ണ വളർച്ചയെത്താൻ 10 മുതൽ 15 വർഷം വരെ എടുക്കും. ഈ വേപ്പ് മരങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിക്കൻ പോക്സ് എന്നുപോലുള്ള മാരകമായ അസുഖങ്ങൾ വരുമ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇലയാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇനത്തിൽപ്പെട്ട മറ്റൊരു ഐറ്റം തന്നെയാണ് കറിവേപ്പ്. കറിവേപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. തമിഴ്നാട്ടിലാണ് ഈ ആര്യവേപ്പുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വേപ്പ് മരം വളരെ ശുദ്ധവായു തരുന്ന ഒരു മരമാണ്. നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരങ്ങളിൽ ഒന്ന് തന്നെയാണ് വേപ്പ് മരങ്ങൾ. മറ്റ് മരങ്ങൾക്കൊപ്പം തന്നെ ഇത് നട്ടു വളർത്തുവാൻ സാധിക്കും. ഏറ്റവും അധികം ഔഷധ ഗുണമുള്ളതും ഏറ്റവും അധികം പ്രയോജനപ്രദമായ, മനുഷ്യന് ഏറ്റവും അധികം പ്രയോജനപ്രദമായ മരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ വേപ്പ് മരങ്ങൾ. അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാവരും അത് നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുവാനായിട്ട് ഉള്ളത്. ഇനി അടുത്ത ഒരു മരമാണ് സിൽവർ ഓക്ക് മരം. ഓക്ക് മരങ്ങളിൽ പെടുന്ന ഒരു പ്രത്യേക ഇനം മരം തന്നെയാണ് ഇത്.
തണൽ നൽകുന്ന മരങ്ങളുടെ ഒരു ആരാധകനാണോ നിങ്ങൾ? സിൽവർ ഓക്ക് മരം വളരെയധികം വേറിട്ട് നിൽക്കുന്നു. മണ്ണൊലിപ്പ് തടയാനായി കാറ്റാടി ഈ മരങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു. സിൽവർ ഓക്ക് മരം വേഗത്തിൽ വളരുന്ന മരങ്ങൾക്ക് 30 മീറ്റർ മുതൽ 35 മീറ്റർ വരെ ഉയരത്തിൽ വളരുവാനും നൈട്രജൻ ഫിക്സേഷനിൽ നിർണായക പങ്ക് വഹിക്കുവാനും സാധിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഫർണിച്ചർ നിർമ്മാണം ഉൾപ്പെടെ വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന സിൽവർ ഓക്ക് മരങ്ങൾ വനത്തിന് വളരെയധികം പ്രയോജനം നൽകുന്നു. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, സിൽവർ ഓക്ക് മരങ്ങൾ ബഹുമുഖ ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സിൽവർ ഓക്ക് മരങ്ങൾ പൂർണ്ണ വളർച്ചയെത്താൻ 10 മുതൽ 15 വർഷങ്ങൾ വരെ ആവശ്യമാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് കൊച്ചിയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് പരിചയപ്പെടുത്തിയ മരങ്ങളിൽ ഏത് മരമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും ഒരു വീട് പണിക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മരങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ, കൂടുതൽ രസകരമായ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.